നിങ്ങളുടെ ക്യാമറയിൽ വളരെ ആകസ്മികമായി പകർത്തിയ ദൃശ്യങ്ങൾ അത് വളരെ നിർണായകമാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് ഏത് തരത്തിലാണ് ഇങ്ങനെ ഒരു സംശയം തോന്നിയത്? പ്രദേശവാസികൾ സ്വാഭാവികമായിട്ടൊക്കെ ഇങ്ങനെ ക്യാമറയിൽ ദൃശ്യങ്ങൾ പെടാറുണ്ട്. ഈ ഫോട്ടോ വന്നപ്പോൾ തന്നെ അങ്ങനെ ഒരു സംശയം തോന്നിയോ? ഇവര് എന്തെങ്കിലും അസ്വാഭാവികമായിട്ടുള്ള പെരുമാറ്റമോ മറ്റോ ഇവരെ നേരിട്ട് കണ്ട സമയത്ത് ഉണ്ടായിരുന്നോ? ഇപ്പം ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ 18-ാം തീയതി പേൽഗാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെസ്റ്റേൺ വാലി പോയിരുന്നായിരുന്നു. ആ സ്പോട്ടിലായിരുന്നു 22-ാം തീയതി ഫയറിംഗ് നടന്നത്. പക്ഷെ ഞങ്ങൾ എത്തിയത് 18th ഏപ്രിൽ എന്നാണ് നമ്മൾ അവിടെ എത്തിച്ചേർന്നത്. അത് കഴിഞ്ഞിട്ട് ആ ബൈസ്രൻ വാലി അല്ലെ ആ പേൽഗാവിന്റെ ആ സ്പോട്ടിൽ നിന്ന് ഒരു 7.5 കിലോമീറ്റർ ദൂരെ ആ ബേതാബ് വാലി എന്ന് പറഞ്ഞൊരു വാലി ഉണ്ട്. ഞങ്ങൾ ആ വാലി പോയിട്ട് അവിടുത്തെ സീനറി എല്ലാം കണ്ട് ഈ പറഞ്ഞ പോലെ എന്റെ 6 വയസ്സുള്ള കൊച്ചിന്റെ ഒരു വീഡിയോ ഡാൻസിന്റെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കായി 2 പേര് അവിടുന്ന് കടന്ന് ഫ്രെയിമിലേക്ക് വരുന്നത്. അപ്പോൾ ഒരാൾ ഫ്രെയിമിലോട്ട് വരുമ്പോൾ നമ്മളൊന്ന് ഡിസ്ട്രാക്ട് ആകും. അപ്പം ഡിസ്ട്രാക്ട് ആയി കഴിഞ്ഞിട്ട് നമ്മൾ അവളെ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ട് നമ്മളത് നോർമലായിട്ട് നിന്ന് വേറെ സസ്പീഷ്യസ് ആയിട്ടൊന്നും തോന്നിയില്ല. പക്ഷെ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ ശ്രീനഗറിൽ 22-ാം തീയതി വരുന്ന സമയത്താണ് നമ്മൾ അറിയുന്നത് ഇങ്ങനെ ഒരു ഫയറിംഗ് നടന്നു, ഇങ്ങനെ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് നടന്നു. പക്ഷെ അപ്പോഴത്തേക്ക് ഞങ്ങൾ ഓൾറെഡി ഫ്ലൈറ്റ് കയറി ജമ്മുവിലേക്ക് വന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം സെക്യൂരിറ്റി ഏജൻസീസ് പുറത്തുവിട്ട 4 ഭീകരകൾ അല്ലെങ്കിൽ ടെററിസ്റ്റിന്റെ ഫോട്ടോസ് കണ്ടപ്പോൾ ഇതിൽ 2 പേരെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ളൊരു ഡൗട്ട് വന്നിട്ട് ഞാനും വൈഫും കൂടെ രാത്രിയിൽ ആ വീഡിയോസും ഫോട്ടോസ് എല്ലാം സ്കാൻ ചെയ്തപ്പോൾ ഇതിനകത്ത് ആ 2 പേരെ കണ്ട്. ഇപ്പം ഈ പറയുന്ന പോലെ അവരുടെ ഹൈറ്റ്, വെയിറ്റ്, ഹെയർ സ്റ്റൈൽ, സ്ട്രക്ചർ എല്ലാം നോക്കുമ്പോഴത്തേക്ക് 100% മാച്ച്. പിന്നെ ഫേസ് ഞങ്ങൾ അത്ര എടുത്തുകൊണ്ട് കണ്ട കാരണം വീഡിയോ കാണുന്ന പോലെയല്ല, ഡെഫിനറ്റ്ലി ഈ 2 പേര് തന്നെ ആയിരുന്നു. പിന്നെ മുമ്പേ പറഞ്ഞ പോലെ ഒരു 100 രൂപ എൻട്രി കൊടുത്ത് ഒരിക്കലും ഒരു ലോക്കൽ അകത്ത് വരത്തില്ല. അതിന് ഒറ്റ എൻട്രിയും എക്സിറ്റേ ഉള്ളൂ. അപ്പൊ ആ ഡൗട്ട് വെച്ചിട്ട് നമ്മൾ അത് NIക്ക് കൈമാറുകയും NI പറഞ്ഞ നമ്പറിലേക്ക് ഡീറ്റെയിൽസ് അയച്ചിട്ട് അവരുടെ ഇനിയുള്ള എൻക്വയറിക്ക് വെയിറ്റ് ചെയ്യുക. ശ്രീത്, അവിടെ മറ്റ് ഇവർ 2 പേരാണല്ലോ നിങ്ങളുടെ ക്യാമറയിൽ പതിഞ്ഞതും. കൂടുതൽ ആൾക്കാർ ആ ഒരു ഗ്യാങ് ആയിട്ടോ മറ്റോ കണ്ടിരുന്നു? അതായത് ആയുധധാരികളല്ലല്ലോ അവരിപ്പോഴും, ആയുധം അതല്ലാതെ ഒരു മറ്റെന്തെങ്കിലും തയ്യാറെടുപ്പുകളോ അല്ലെങ്കിൽ കൂടുതൽ ഒരു ഗ്യാങ്ങോ അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയപ്പെട്ടിരുന്നു ആ സമയത്ത്? ഇതിൽ പ്രധാനമായിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോയ സമയത്ത് അവിടെ ഒരു റെയിനി സീസൺ ആയിട്ടെന്ന് പറഞ്ഞാൽ മഴ പെയ്തൊരു സമയമായിരുന്നു. അപ്പൊ ഇവര് ഈ ഷൂട്ട് ചെയ്ത സമയം എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് 2:38 നമ്മളിത് ഷൂട്ടിംഗ് ചെയ്തത്. നിങ്ങൾ നോക്കുവാണെങ്കിൽ പേൽഗാവിൽ നടന്ന 22-ാം തീയതിയുടെ ഷൂട്ടിങ്ങും 2:45 ഇടയ്ക്കായിരുന്നു. അപ്പം അതുകൊണ്ട് 100% ഡൗട്ട് ഉണ്ട് ഇവരവിടെ വന്നിട്ട് ഏരിയ സ്കാൻ ചെയ്യുകയും എവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സ്റ്റഡി ചെയ്യാൻ വേണ്ടി വന്നതായിട്ടുള്ള ഒരു ഡൗട്ട് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ അവിടെ നമ്മളൊരു 10-600 ഫോട്ടോസും വീഡിയോസും എടുത്തിട്ടുണ്ട്. അപ്പം ബാക്കി വീഡിയോസും ഫോട്ടോസും നോക്കിക്കൊണ്ടിരിക്കുക. ഇതിന്റെ അകത്ത് എന്തെങ്കിലും ഇനിയും ക്ലൂ കിട്ടുവാണെങ്കിൽ ഈ ഓൾറെഡി നമ്മൾ NI വിളിച്ച് സംസാരിച്ച് അവരുടെ നിർദ്ദേശപ്രകാരം അവർ തന്നെ ഓഫീഷ്യൽസിന് അത് അയച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ബാക്കി 10-600 വീഡിയോസ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും. ആ ഏരിയയിൽ അവിടെ എവിടെയെങ്കിലും വേറെ സസ്പെക്ട് ആയിട്ട് എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കൈമാറും. ഒരു കാര്യം കൂടെ, ഇതിപ്പം വളരെ യാദൃശ്ചികമായിട്ട് കിട്ടിയതാണെങ്കിലും ഇവര് ഒക്കെ ടൂറിസ്റ്റുകളോട് ഇന്ററാക്ട് ചെയ്യുന്നോ മറ്റോ ഉണ്ടായിരുന്നോ? അങ്ങനെ എന്തെങ്കിലും ഒരു ഓർമ്മയുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഇല്ല, അങ്ങനെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അവര് ടൂറിസ്റ്റ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതായിട്ടുള്ള ഒരു ഓർമ്മയില്ല. പക്ഷെ ഈ പറയുന്ന പോലെ ബാക്കി വീഡിയോസിൽ എവിടെയെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഈ വരുന്ന 24 hours നമ്മൾ അത് മൊത്തം ഇരുന്ന് സ്കാൻ ചെയ്തു. ബിക്കോസ് ഇതൊരു നാഷണൽ സെക്യൂരിറ്റി ആയ ഒരു ത്രെറ്റ് ആയ കാരണം ഡെഫിനറ്റ്ലി അതിനുവേണ്ടി നമ്മൾ സമയം മാറ്റി വെച്ച് അതിൻ്റെ അകത്തുനിന്ന് എന്തെങ്കിലും ഇനിയും ക്ലൂ കിട്ടുവാണെങ്കിൽ അത് ഡെഫിനറ്റ്ലി നമ്മളത് വേണ്ട ഏജൻസിക്ക് കൈമാറി. വളരെ നന്ദി ശ്രീജിത്ത് രമേശൻ. ഒരു മലയാളി പകർത്തിയ ക്യാമറയിലെ ദൃശ്യങ്ങൾ കൂടിയാണ് അത് ഏറെ നിർണായകമായി മാറാൻ പോകുന്നത്. വീണ്ടും TG സൈറ്റിലേക്ക് സജിത്ത്, അതായത് ആയുധധാരികളല്ലാത്ത അവരുടെ രൂപമാണ് കാണുന്നത്. ഇത് വളരെ പ്രീ പ്ലാൻഡ് ആണ്. നേരത്തെ വന്ന് ഈ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് കൃത്യമായ രീതിയിൽ, ഒരു പക്ഷേ ഇവരുടെ കയ്യിൽ തന്നെ ഇനിയുള്ള കൂടുതൽ ഫോട്ടോകളും വീഡിയോകളും വരുമ്പോൾ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ, ആരൊക്കെ സഹായം കൊടുത്തു, ഇത്തരം കാര്യങ്ങളൊക്കെ വന്നുകൂടായികയില്ല. അല്ലെ, അത്രത്തോളം നിർണായകമാണത് അല്ലെ സജിത്ത്? അങ്ങനെ കരുതണം അപർണ. എന്ന് മാത്രമല്ല ഇത് തന്നെ ഇവർ തന്നെയല്ലേ ആക്രമണം നടത്തിയത് എന്നതിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം കൂടെ നടത്തേണ്ടതുണ്ട്. എന്തായാലും അന്വേഷണ ഏജൻസികൾ ഈ തെളിവുകൾ പരിശോധിക്കുന്നു എന്ന് കരുതാം. കാരണം ഈ ചിത്രത്തിൽ അതിൻ്റെ ക്ലോസിലേക്ക് പോകുമ്പോൾ വളരെ വ്യക്തമാണ് ഈ പുറത്തുവിട്ട ആ ചിത്രങ്ങളുമായി വളരെയധികം സാമ്യം തോന്നുന്നു. അതുകൊണ്ട് തന്നെ അവരാണെന്ന് ഏറെക്കുറെ ഒരു പക്ഷേ ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. അന്വേഷണ ഏജൻസികൾ അതിൻ്റെ ഒരു സ്ഥിരീകരണം നടത്തട്ടെ. ഒപ്പം ശ്രീജിത്ത് പങ്കുവച്ചതുപോലെ ഇപ്പോൾ നമ്മൾ ഈ പുറത്തുവിടുന്ന ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ദൃശ്യം പകർത്തിയതിന് ശേഷമാണ് അവിടെ ഈ വെടിവെപ്പും മറ്റ് അക്രമ സംഭവങ്ങളും ഉണ്ടായത്. അതിൻ്റെ അർത്ഥം നേരത്തെ തന്നെ അവിടെ എത്തിയ സാഹചര്യങ്ങൾ ഒരുപക്ഷെ അവർ നിരീക്ഷിച്ചിരുന്നിരിക്കാം.
അല്ലെങ്കിൽ വലിയ തയ്യാറെടുപ്പുകളും ആസൂത്രണവും അവർ നടത്തിയിരുന്നല്ലോ. അത് സ്വാഭാവികമായി അതിൻ്റെ ഭാഗമായി അവിടെ ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയെങ്കിൽ ഇത് വളരെ ആസൂത്രിതമാണ് എന്ന അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ ശരിവെക്കുന്ന തരത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു. എന്തായാലും ശ്രീജിത്ത് സൂചിപ്പിക്കുന്നത് പോലെ അദ്ദേഹത്തിന്റെ കൈവശമുള്ള മറ്റു ചിത്രങ്ങളും വീഡിയോകളും പരിശോധിക്കപ്പെടും. സ്വാഭാവികമായും തീർച്ചയായും അതാണ് 600ഓളം ഫോട്ടോകളും വീഡിയോകളും ഒക്കെ ഉണ്ട് എന്നാണ് ശ്രീജിത്ത് പറയുന്നത്.